ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദേ, നീ ഇപ്പൊ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു മാറ്റും. അത് നീ വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് പിടിച്ചു മാറ്റിക്കേ, ഞാനൊന്ന് കാണട്ടെ. എടി, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? എണീക്കടിങ്ങോട്ട് മാറി അങ്ങോട്ട്. എല്ലാവരും കൂടെ എഴുന്നള്ളിയിരുന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കായിരുന്നു. വിശന്ന് മനുഷ്യന്റെ ജീവൻ പോന്നു. നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നീട് കഴിച്ചോളാം. ഓ, പറയുന്ന പോലെ നിനക്ക് ബാല്യക്കാരോടൊപ്പം അടുക്കളപ്പുറത്തിരുന്ന് കഴിച്ചാലല്ലേ ഇറങ്ങൂ. അതെ, ഞാൻ കൈ കഴുകിട്ട് വരാം. വല്ലതും വിളമ്പ് വച്ചേ, വിശക്കുന്നു. അനസൂയ, നീ ആ കസേരയിൽ പോയിരുന്നേ. അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? അർജുൻ സാറിന്റെ കൂടെ ഇരിക്കേണ്ടത് ഞാനാ. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് നിനക്ക് കഴിച്ചാൽ എന്താ? ആഹാരം ഇറങ്ങൂലേ? അനസൂയ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നു കേൾക്ക്. സൗകര്യമില്ലെങ്കിലോ? ആവശ്യമില്ലാതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അവളോട് ഇരുന്നെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? സംഭവിക്കുന്നത് എന്താണെങ്കിലും അത് വേണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. ഭർത്താവിന്റെ അടുത്തിരിക്കേണ്ടത് ഭാര്യയാ, അല്ലാതെ മുറപ്പെണ്ണല്ല. പോളെ, വെറുതെ ആഹാരത്തിന് മുന്നിലിരുന്ന് വഴക്കുണ്ടാക്കാതെ നീ മാറിക്കൊടുക്ക്. ഐശ്വര്യ ഇവിടെ ഇരിക്കട്ടെ. ഭർത്താവിന്റെ അടുത്തിരുന്നാലേ ആഹാരം ഇറങ്ങൂന്ന് പറയുന്നതേ ഇത്തിരി കൂടുതലാ. അവരുടെ വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോ ഇങ്ങനൊക്കെ തന്നെയാ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും നീലിമ ഭദ്രന്റെ അടുത്ത് തന്നെയല്ലേ ഇരിക്കുന്നേ. അതുപോലെ തന്നെ ഇതും. അയ്യോ, എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്തിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. ഞാൻ വേണമെങ്കിലേ തറയിലിരുന്ന് കഴിച്ചോളാം. ദേ, എനിക്ക് മറ്റാരുടെ കാര്യം അറിയണ്ട. ഞാൻ പറയുന്നത് എന്റെയും എന്റെ ഭർത്താവിന്റെയും, അതായത് എന്റെ കുടുംബകാര്യ. ദേ, നീ ഇപ്പൊ ഇവിടുന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു മാറ്റും. അത് നീ വെറുതെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് പിടിച്ചു മാറ്റിക്കേ, ഞാനൊന്ന് കാണട്ടെ. എടി, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല അല്ലേ? എണീക്കടിങ്ങോട്ട് മാറി അങ്ങോട്ട്. എടി, വിട്ടേ. നിന്നോടല്ലേ പറഞ്ഞ മാറാൻ പറഞ്ഞ. എന്തായാലും മാറടി നിന്നോട് പറഞ്ഞ മാറടി. ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിക്കാനാ. എനിക്ക് ആഹാരം തരാനാ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനല്ല. മനുഷ്യനിവിടെ വിശന്ന് എന്തെങ്കിലും കഴിക്കാൻ വന്നിരിക്കുമ്പോ
അവിടെയും നിന്റെയൊക്കെ അഹങ്കാരം കാണണോ ഞാൻ? ഇതൊന്നും നിന്റെ കുറ്റമല്ല. കുപ്പത്തൊട്ടിയിൽ നിന്ന് സൗകര്യത്തിലേക്ക് വന്നപ്പോ നിന്റെ ആ പഴയ സ്വഭാവം അറിയാതെ പുറത്തു വരുന്നതാ. ഹ, കൂടുതൽ അഹങ്കാരം കാണിച്ചാ പിടിച്ച് പുറത്തു തള്ളഞ്ഞാൻ. എടി വേലക്കാരി കൊച്ചേ, നിന്നെയാണ് കുഞ്ഞോൾ അടിച്ചതെങ്കിലും കൊണ്ടതേ വേറെ ആൾക്കാ. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഓ, ഭയങ്കര വശം. ആ പറയൂ. ആ ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. നമ്മുടെ ശത്രുക്കളുടെ കൂട്ടത്തില് പുതിയ ഒരാളും കൂടി വന്നിട്ടുണ്ട്. പുതിയ ആളോ? അതാരാ? ഒരു ഭഗവാൻ. നേരിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒരു മായാവി കളി. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്നെയും ചേച്ചിയെ കണക്ട് ചെയ്യുന്ന ഒരാളാ. അന്നും ഇന്നും ഒരുപാട് ശത്രുക്കളെ നമ്മൾ അറിയാൻ സമ്പാദിച്ചിട്ടുണ്ട്. ഭൂതകാലത്തിന്റെ ചാവുകുഴി തുറന്ന് ആരോ വന്നിട്ടുണ്ട്. ചേച്ചി ഒന്ന് കരുതിയിരുന്നു. അത് പറയാനാ ഞാൻ വിളിച്ചത്. അതാരാ ഈ ഭഗവാൻ? ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാം. നീ എടുക്ക. ചിന്നു, ചിന്നു, ദേ വിളിക്കുന്നു.